നമസ്കാരം. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ഗർഭാശയ വീക്കം അഥവാ ഗർഭാശയത്തിലുണ്ടാകുന്ന നീർക്കെട്ടിനെ കുറിച്ചാണ് ഇന്ന് ഡോക്ടർ ലൈവിൽ ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തിൽ പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് മറുപടി പറയുന്നതിനായി തിരുവനന്തപുരം ഗവൺമെൻറ് ആയുർവേദ കോളേജ് ആശുപത്രിയിലെ ഗൈനക്കോളജി വിഭാഗം പ്രൊഫസർ ഡോക്ടർ ആശ ശ്രീധർ ഡോക്ടർ ലൈവിൽ അതിഥിയായെത്തിയിരിക്കുന്നു. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. സാധാരണയായിട്ട് ഗർഭാശയ വീക്കം ഉണ്ടാകാറുണ്ടെന്ന് പറയാറുണ്ട്. എന്താണ് ഗർഭാശയ വീക്കം? സാധാരണ ഏതൊരു അവയവത്തിനും നീർക്കെട്ടുണ്ടാകുന്നു. അതുപോലെ തന്നെ ഗർഭാശയത്തിൽ ഉണ്ടാകുന്ന ഒരു നീർക്കെട്ടാണ് ഈ പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് എന്നൊക്കെ പറയുന്ന ഒരവസ്ഥ. പ്രാരംഭദശയിൽ ചിലപ്പോൾ നേരിയതായിട്ടൊരു അടിവയർ വേദന മാത്രമേ ഉണ്ടാവുകയുള്ളൂ. പക്ഷേ വേണ്ട രീതിയിൽ അത് ചികിത്സിക്കാതിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വന്ധ്യതയിലേക്കും അതുപോലെ തന്നെ കാലക്രമേണ ഗർഭാശയം എടുത്തു കളയേണ്ട ഒരവസ്ഥയിലേക്കും വരെ എത്തിച്ചേരുന്ന ഒരു അവസ്ഥാവിശേഷമാണിത്. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഗർഭാശയ വീക്കം അഥവാ നീർക്കെട്ടുണ്ടാകുന്നത്? സാധാരണഗതിയിൽ ഗർഭാശയ വീക്കം അണുബാധ കൊണ്ട് ആണ് ഉണ്ടാകുന്നത്. ഈ അണുബാധ ശരിക്കും പ്രോപ്പറായിട്ടുള്ളൊരു ശുചിത്വമില്ലായ്മ കൊണ്ടും അതുപോലെ തന്നെ മൾട്ടിപ്പിൾ സെക്ഷൽ പാർട്ട്നേഴ്സ്, ഒന്നിലധികം സെക്ഷൽ പാർട്ട്നേഴ്സ് ഉള്ളവരിലും ഒക്കെ ഇത് കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട്. അതുപോലെ ചിലരുടെ ശരീരപ്രകൃതി ചൂടായിരിക്കും. പ്രത്യേകിച്ച് അങ്ങനെയുള്ള പിത്തപ്രകൃതി എന്ന് പറയും ആയുർവേദത്തിൽ. അങ്ങനെയുള്ളവർ കൂടുതലായിട്ടുള്ള ചൂടായിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് ഇങ്ങനെയുള്ളൊരവസ്ഥ കൂടുതലായിട്ടുണ്ടാകുന്നത്. എന്തൊക്കെ ലക്ഷണങ്ങളിലൂടെയാണ് ഗർഭാശയ നീർക്കെട്ടുണ്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്? അടിവയർ വേദന ഉണ്ടാകുക, അതുപോലെ തന്നെ കൂടുതലായിട്ടുള്ള യോനി സ്രാവങ്ങൾ. സാധാരണ രീതിയിൽ യോനിയിൽ വെള്ളപ്പോക്ക് പോലെ ഉണ്ട്, വൈറ്റ് ഡിസ്ചാർജ് പോലെ കാണും. എന്നാൽ അമിതമായിട്ടുള്ള സ്രാവങ്ങൾ, ചിലപ്പോൾ അത് മഞ്ഞ നിറത്തിലാവാം, രക്തം കലർന്നാകാം. അതൊക്കെ ഈ ഗർഭാശയ നീർക്കെട്ട് കൂടിയ അവസ്ഥയിൽ ഇങ്ങനെയൊക്കെയുള്ള ലക്ഷണങ്ങൾ കാണാറുണ്ട്. അതുപോലെ തന്നെ സെക്ഷൽ കോണ്ടാക്റ്റിൽ വേദനയുണ്ടാകുക, അതുപോലെ ആർത്തവ സമയത്ത് കൂടുതലായിട്ട് വേദനയുണ്ടാകുക, അടിക്കടിയുള്ള യൂറിനറി ഇൻഫെക്ഷൻസ്, ഇതെല്ലാം ഇതിൻ്റെ കാരണങ്ങളാണ്. അത് നമുക്ക് എന്തൊക്കെ പ്രവർത്തനങ്ങളെയാണ് അത് ബാധിക്കുന്നത്? ആദ്യം ചിലപ്പോൾ ഗർഭാശയത്തിൻ്റെ താഴെ ഭാഗത്തുനിന്ന് തുടങ്ങിയിട്ട് മേളിലേക്ക് വന്നു കഴിഞ്ഞിട്ട് ഈ നീർക്കെട്ട് വന്നിട്ട് അണ്ടാശയക്കുഴൽ ഫെലോപ്പിയൻ ട്യൂബ്സിലൊക്കെ നീർക്കെട്ട് വന്നിട്ട് അവിടെ ഒരു ബ്ലോക്ക് ഉണ്ടാകാം. അപ്പോൾ അതുകൊണ്ട് തന്നെ വന്ധ്യത ഉണ്ടാകുന്നു. അപ്പം നമുക്ക് നേരത്തെ ആദ്യത്തെ സ്റ്റേജിൽ തന്നെ നമ്മൾ നല്ല രീതിയിലൊരു ചികിത്സ കൊടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെ ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ ഈ നീർക്കെട്ട് ഗർഭാശയത്തിൽ വരുന്നതോടൊപ്പം തന്നെ അമിതമായ രക്തസ്രാവം ഉണ്ടാകുന്നു. ഈ ഗർഭാശയഗള ക്യാൻസർ ഞങ്ങളൊരു പഠനം നടത്തിയപ്പോൾ മിക്കവാറും അതിൻ്റെ പ്രാരംഭ ദശയിൽ മിക്കവാറും എല്ലാ കേസിലും തന്നെ ഈ ഗർഭാശയ നീർക്കെട്ട് കാണാൻ സാധിച്ചു. അപ്പം അതുകൊണ്ട് പലപ്പോഴും നമുക്കറിയാം, സ്ത്രീകൾ അവരുടെ ആരോഗ്യത്തെക്കുറിച്ച് അത്ര കണ്ട് ശ്രദ്ധിക്കാറില്ല. വളരെ നിസ്സാരമായിട്ട് പല രോഗങ്ങളെയും കണക്കാക്കും, പ്രത്യേകിച്ച് ഗർഭാശയ രോഗങ്ങളെ. കുറച്ച് ബ്ലീഡിങ് കൂടിയെന്ന് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു യോനിസ്രാവം ഉണ്ടായെന്ന് വെച്ചാൽ ചിലപ്പോൾ അവർ കണക്കാക്കത്തില്ല. പക്ഷേ നമ്മൾ ഈ ലക്ഷണങ്ങളൊക്കെ നമ്മൾ നേരത്തെ മുൻകൂട്ടി നമ്മളൊരു ചികിത്സ ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഏതൊക്കെ പരിശോധനകളിലൂടെയാണ് നമുക്കിത് സ്ഥിരീകരിക്കാൻ കഴിയുന്നത്? പ്രധാനമായിട്ടും നമ്മൾ ക്ലിനിക്കൽ എക്സാമിനേഷനാണ്. അസാധാരണമായ യോനിസ്രാവങ്ങൾ, അതുപോലെ ബന്ധപ്പെടുന്ന സമയത്തുണ്ടാകുന്ന വേദന, ഇങ്ങനെയൊക്കെ ലക്ഷണങ്ങൾ പറയുമ്പോൾ തന്നെ നമുക്ക് ഏറെക്കുറെ ഈ ഒരു ഡയഗ്നോസിസിലേക്ക് എത്തും. പിന്നെ നമ്മൾ ഉള്ളു പരിശോധിച്ച് നോക്കുമ്പോൾ അവിടെയും ഗർഭാശയഗളം നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെയുള്ള ചേഞ്ചസ് നമുക്ക് നേരിട്ട് മനസ്സിലാക്കാൻ പറ്റും. കൂടാതെ നമ്മൾ ലാബ് ഇൻവെസ്റ്റിഗേഷനിൽ രക്തപരിശോധന ചെയ്യും. അതുപോലെ ഒരു അബ്നോർമലായിട്ടുള്ള ഒരു ഗർഭാശയഗളം അല്ലെങ്കിൽ സെർവിക്സാണ് കാണുന്നതെങ്കിൽ ഒരു പാപ്സ്മിയറും ചെയ്യേണ്ടിയിരിക്കുന്നു. വന്ധ്യതയായിട്ട് ഇതിന് ബന്ധമുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. എങ്ങനെയാണത് വന്ധ്യതയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്? നേരത്തെ ഞാൻ പറഞ്ഞു സെക്ഷൽ കോണ്ടാക്റ്റ് പെയിൻ വരും എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ഫ്രീക്വൻസി, സെക്ഷൽ ആക്ടിൻ്റെ ഫ്രീക്വൻസി കുറയും. അതൊരു കാരണം, പെയിൻഫുൾ ആയതുകൊണ്ട്. അതുപോലെ തന്നെ ഈ നേരത്തെ പറഞ്ഞ് ട്യൂബിൽ ബ്ലോക്ക് ഉണ്ടാകും. ട്യൂബിൽ ബ്ലോക്ക് ഉണ്ടാകുമ്പോൾ തന്നെ ഈ അണ്ടത്തിൻ്റെ ഓവത്തിൻ്റെ ആണെങ്കിലും സ്പേമിൻ്റെ ആണെങ്കിലും എംബ്രിയോ ട്രാൻസ്പോർട്ടൊക്കെ അഫക്റ്റഡ് ആവും. ബ്ലോക്ക് വന്നു കഴിയുമ്പോൾ ഇപ്പോൾ പലപ്പോഴും കേസസ് ഇൻഫെർട്ടിലിറ്റി വരുമ്പോൾ ട്യൂബൽ ബ്ലോക്ക് ആയിട്ടാണ് അവർ പ്രസൻറ്റ് ചെയ്യുന്നത്. പക്ഷെ അവരോട് കൂടുതൽ നമ്മൾ സംസാരിക്കുമ്പോൾ അവരുടെ ഹിസ്റ്ററിയിൽ ഈ പറഞ്ഞ ഗർഭാശയ ക്ഷോഭത്തിൻ്റെ ലക്ഷണങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ശരിക്കും അത് ഇനിഷ്യൽ സ്റ്റേജിൽ തന്നെ ട്രീറ്റ് ചെയ്താൽ ഈ ഒരു അവസ്ഥയിലേക്ക് പോകത്തില്ല. ഡോക്ടർ, നമുക്കൊരു കോളർ ഉണ്ട്. ഹലോ, ഡോക്ടർ ലൈവാണ്. ആരാണ് വിളിക്കുന്നത്? കൊല്ലത്ത് നിന്ന് അംബികയാണ്. ഡോക്ടറിനോട് ചോദിച്ചോളൂ. മാഡം, എനിക്ക് ഇപ്പൊ 45 വയസ്സുണ്ട്. പീരീഡ് ഇപ്പോഴും ഉണ്ട്. അത് ഏത് സമയത്താണത്, അങ്ങനെ എത്ര വയസ്സാകുമ്പോഴത്തേക്കാണ് അത് നിൽക്കുന്നതെന്ന് അറിയാൻ കൊണ്ട്. നടുവേദന. ബ്ലീഡിങ് കൂടുതലായിട്ടുണ്ടോ? 6-7 ദിവസം ഉണ്ട്.
ഈ ഒരു പ്രായക്കാരിൽ ബ്ലീഡിങ് കൂടുതലായിട്ടുണ്ടാകുന്ന ഒരു ഏജാണ് ഈ 45 വയസ്സ് മുതൽ ഒരു 55 വയസ്സ് വരെയൊക്കെ. പലർക്കും പല രീതിയിലായിരിക്കും ആർത്തവവിരാമം ഉണ്ടാകുന്നത്. ചിലർക്ക് പെട്ടെന്ന് തന്നെ നിൽക്കും, ചിലർക്കൊരു ഇറഗുലറായിട്ട് സൈക്കിൾസ് വന്നിട്ടേ നിൽക്കത്തുള്ളൂ, ചിലർക്ക് ഹെവി ബ്ലീഡിങ് ആയിരിക്കും. ഇപ്പം ബ്ലീഡിങ് കൂടുതലായിട്ടുണ്ടോ? അല്ല, നേരത്തെ പോലെ തന്നെ ആദ്യമായിട്ട് ഉള്ളതുപോലെ തന്നെ ഇപ്പോഴും ഉണ്ട്. 6-7 ദിവസമൊക്കെ 6-7 ദിവസമൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ശരീരത്തിൽ നിന്ന് രക്തം പോകുന്നത് കൊണ്ട് തന്നെ വിളർച്ചയും അതുകൊണ്ട് തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി, വ്യാധിക്ഷമത്വം കുറയും, മറ്റ് അസുഖങ്ങൾ വരാനുള്ള സാധ്യത കൂടുകയൊക്കെ ചെയ്യും നമ്മുടെ ശരീരത്തിൽ രക്തം കുറയുന്നത് കൊണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു ചികിത്സ ആവശ്യമുണ്ട്. അതുപോലെ ഈ അയൺ സപ്ലി, രക്തം കൂടുതലായിട്ട് പോകുമ്പോൾ തന്നെ നമ്മൾ അയൺ സപ്ലിമെൻറ്റ്, അയൺ റിച്ച് ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ, ഇപ്പോൾ കോവയ്ക്ക, വാഴക്കൂമ്പ്, ചുമന്ന ചീര, പിന്നെ റാഗി, ഇതൊക്കെ നമ്മുടെ ആഹാരത്തിൽ ഇൻക്ലൂഡ് ചെയ്യുക. അടുത്തുള്ള ഡോക്ടേഴ്സിനെ കാണിക്കുക. പിന്നെ ആയുർവേദ കോളേജിൻ്റെ എല്ലാ ആയുർവേദ കോളേജുകളിലും ഗൈനക്കോളജി വിഭാഗമുണ്ട്. ചിലപ്പോൾ ചില പരിശോധനകൾ വേണ്ടി വരും. ഇപ്പോൾ ഈ ഒരു ഏജ് ഗ്രൂപ്പ് പറഞ്ഞു 45 വയസ്സ്, ഈ ഒരു അവസരത്തിൽ എന്ന് പറഞ്ഞാൽ മെൻസസ് ഇറഗുലറായിട്ട് വരും. ചിലപ്പോൾ 1-2 മാസം മെൻസസ് ആവാതെ പിന്നെ ഹെവി ബ്ലീഡിങ് ആയിട്ട് വരും. ഇത് കറക്റ്റായിട്ട് ഓവുലേഷൻ നടക്കാത്തത് കൊണ്ടൊക്കെയുള്ള ചില ഹോർമോണൽ തകരാറ് കൊണ്ടാണ്. ഇപ്പോൾ പലപ്പോഴും ഈ ബ്ലീഡിങ് ഇങ്ങനെ കൂടി വന്ന് പലപ്പോഴും അത് ഗർഭാശയം നീക്കം ചെയ്യേണ്ട ഒരവസ്ഥയിലേക്ക് പോകും. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ ഒരു ഡോക്ടറെ സമീപിച്ചിട്ടുണ്ടെങ്കിൽ അവർ സ്കാൻ ചെയ്യുകയും അപ്പം പല കാര്യങ്ങൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതനുസരിച്ചുള്ളൊരു മാനേജ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ബ്ലീഡിങ് നോർമൽ ലിമിറ്റ്സ് നിൽക്കും, നമുക്ക് ഗർഭാശയം നീക്കം ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് പോകേണ്ടി വരില്ല. ഡോക്ടർ ലൈവിൽ ഇനിയൊരു ഇടവേളയ്ക്കുള്ള സമയമാണ്, ഒരു ചെറിയ ഇടവേള. ഡോക്ടർ ലൈവ് തുടരുന്നു. ഗർഭാശയ നീർക്കെട്ടിനെ കുറിച്ചാണ് ഇന്ന് ഡോക്ടർ ലൈവ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാറിയ ജീവിതശൈലിയും ഈ രോഗവുമായിട്ട് എത്രമാത്രം ബന്ധപ്പെട്ടിരിക്കുന്നു? അത് തന്നെ, ഇപ്പോൾ നമ്മൾ കൂടുതലായിട്ട് കുട്ടികൾ ഈ ജങ്ക് ഫുഡ്സ് കഴിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഈ ചിക്കനൊക്കെയുള്ള കൂടുതൽ ചൂടായിട്ടുള്ള ഇത്, അതുപോലെ തന്നെ ഈ കോള പോലെയുള്ള ഡ്രിങ്ക്സൊക്കെ, അതെല്ലാം തന്നെ രക്തദുഷ്ടി ഉണ്ടാക്കും. ഈ രക്തദുഷ്ടി ഉണ്ടാക്കുമ്പോൾ അത് ഗർഭാശയത്തിൽ വന്നിട്ട് കൂടുതൽ ബ്ലീഡിങ് ആയിട്ടും ആ രീതിയിൽ അത് പ്രസൻറ്റ് ചെയ്യും. അപ്പോൾ ഗർഭാശയത്തിൻ്റെ വ്യാധിക്ഷമത തന്നെ കുറഞ്ഞു പോകുന്നു. ഇങ്ങനെ വ്യാധിക്ഷമത കുറയുന്ന ഗർഭാശയത്തിലാണ് അണുബാധയ്ക്ക് സാധ്യത കൂടുതലാകുന്നത്. അതുകൊണ്ട് എപ്പോഴും ആഹാരത്തിൽ ശ്രദ്ധിക്കുക, ശുചിത്വം പാലിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ വേണം. ഡോക്ടർ, നമുക്കൊരു കോളർ കൂടെ ഉണ്ട്. ഹലോ, ഡോക്ടർ ലൈവാണ്. ആരാണ് വിളിക്കുന്നത്? ഡോക്ടർ, എന്റെ വൈഫിന് വേണ്ടിയിട്ടാണ്. ഞാൻ കണ്ണൂർ ജില്ലയിൽ നിന്ന് തളിപ്പറമ്പ് ഭാഗത്താണ് വിളിക്കുന്നത്. തളിപ്പറമ്പ് ഡോക്ടറിന്റെ ചോദിച്ചോളൂ. എന്റെ വൈഫിന് ഇപ്പൊ യൂട്രസ് റിമൂവ് ചെയ്യണം എന്നുള്ള ഒരു കണ്ടീഷൻ വന്നിരിക്കുകയാണ്. അവൾക്ക് എങ്ങനെയാന്ന് പറഞ്ഞാൽ അവളുടെ പീരിയഡ്സ് ഒക്കെ നോർമലായിട്ട് വന്നുകൊണ്ടിരുന്നു. കഴിഞ്ഞ ഒരു 5 കൊല്ലമായിട്ട് അവൾക്ക് പീരിയഡ്സിന്റെ സമയത്ത് ഭയങ്കര പെയിനാണ്. ആ പെയിൻ വരുമ്പോ അവള് ശരിക്കും തളർന്നു പോവാണ്. തളർന്നു പറഞ്ഞാൽ ഏകദേശം ഒരു പ്രസവ വേദന മാതിരിയാണ്. പക്ഷെ ഒരു 3 ദിവസം ഒന്നും അവൾക്ക് അനങ്ങാൻ പറ്റില്ല. പിന്നെ ബ്ലീഡിങ് എല്ലാം കഴിഞ്ഞ് 5 ദിവസം കഴിഞ്ഞ് 6 ദിവസം കഴിയുമ്പോഴേക്കും 6-7 ദിവസം നീണ്ടു നിൽക്കാറുണ്ട്. പിന്നെ എല്ലാം ശരിയായിക്കോളും, പിന്നെ ഒന്നും പ്രശ്നമില്ല. പക്ഷെ ആ ബ്ലീഡിങ് തുടങ്ങുന്ന സമയത്ത് ഭയങ്കര വേദനയാണ്. അപ്പൊ അത് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോ യൂട്രസിന്റെ ഇതിന്റെ ഇൻസൈഡ് ആ ഒരു എൻഡോമെട്രി അത് തിക്നെസ് ഇങ്ങനെ കൂടി വരുന്നുണ്ടെന്നുണ്ടായിരുന്നു. അപ്പൊ അത് കൂടി ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോ വല്ലാതെ പ്രസവത്തിൽ ഇപ്പോഴത്തെ കുറച്ചു ദിവസം മുമ്പ് വല്ലാതെ ബുദ്ധിമുട്ടായി ഹോസ്പിറ്റലൈസ് ചെയ്തു ഞാൻ പെയിനിന് വേണ്ടിയിട്ട്. അപ്പൊ ഇതുപോലെ 2-3 തവണ പെയിനിന് വേണ്ടി ഹോസ്പിറ്റലൈസ് ചെയ്തിട്ട് പെയിൻ കില്ലർ കൊടുത്തിട്ട് അവിടുന്ന് ഡിസ്ചാർജ് വരാറുണ്ട്. സ്കാൻ ചെയ്തു നോക്കിയില്ലേ? ആ സ്കാനൊക്കെ ചെയ്തിട്ടുണ്ട്, സ്കാനൊക്കെ ചെയ്തു. അപ്പോഴാണ് എൻഡോമെട്രിയത്തിന് കട്ടി വെക്കുന്നല്ലേ? എൻഡോമെട്രി അതിനെ കട്ട്, അത് അഡിനോമയാസിസ് അഡിനോമയാസിസ്. ലേറ്റസ്റ്റ് ആയിട്ട് സ്കാൻ ചെയ്തപ്പോ ഈ പെയിൻ വന്നപ്പോ അവര് പറഞ്ഞു ഇത് വെച്ചുകൊണ്ടിരുന്നാൽ ശരിയാവില്ല, അവളെ അത് റിമൂവ് ചെയ്തേ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. അതിന്റെ യൂട്രസിന്റെ സൈസ് ഇപ്പൊ വന്നിട്ട് കുറച്ച് എൻലാർജ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. എൻഡോമെട്രിയൽ തിക്നെസ് വന്നിട്ട് 13.2 mm ഉണ്ട്. ഈ അഡിനോമയാസിസിന് നല്ല രീതിയിൽ തന്നെ മെഡിക്കേഷൻസ് ഉണ്ട് ആയുർവേദത്തിൽ. ചിലപ്പോൾ ഒന്ന് അഡ്മിറ്റ് ആയിട്ട് ചെയ്യേണ്ട ചില ചികിത്സകളുണ്ട്. ഇപ്പോൾ തളിപ്പറമ്പിലാകുമ്പോൾ ഞങ്ങൾ ഗവൺമെൻറ് കോളേജിൽ ഗൈനക്കോളജി വിഭാഗമുണ്ട്, കണ്ണൂർ പരിയാരത്തുണ്ട്. അവിടെ പരിയാരത്ത് സ്പെഷ്യലിസ്റ്റ് ഉണ്ട് ആയുർവേദത്തിൽ, ഗൈനക്കോളജിസ്റ്റ്. അവിടെ ഒന്ന് കാണിക്കൂ.
പിന്നെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഏജ് 53 ആയതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നും കൂടെ അറിയണം. അത് DNC ചെയ്യുവാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും കറക്റ്റായിട്ട് അഡിനോമയോസിസ് ആണോ വേറെ എന്തെങ്കിലും ഗൗരവമുള്ള രോഗം ഉണ്ടോ എന്നൊക്കെ ഉള്ളതേ. പീരീഡ് സ്റ്റോപ്പ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഈ മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങണം. അപ്പോൾ പിന്നെ അടുത്ത പീരീഡ്സ് പെയിൻലെസ് ആയിട്ട് കിട്ടും. അങ്ങനെ ചിലപ്പോൾ ഒരു 3 മാസം വരെയൊക്കെ മെഡിസിൻസ് കഴിക്കേണ്ടി വരും. ഗർഭാശയ മുഴകളുമായിട്ട് ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ഗർഭാശയ വീക്കം വരാനുള്ള സാധ്യത കൂടുതലാണോ? ഇല്ല, അത് രണ്ടും ഡിഫറെൻ്റ് ആണ്. ഗർഭാശയ മുഴകൾ സാധാരണയായിട്ട് ഒരുപാട് സ്ത്രീകളിലും കാണുന്നുണ്ട്. നമ്മൾ പലപ്പോഴും അത് അറിയത്തില്ല. ഈ പറഞ്ഞ പോലെ ബ്ലീഡിങ് കൂടുതലാകുകയാണ്, അല്ലെങ്കിൽ ബ്ലീഡിങ്ങിൻ്റെ സമയത്ത് പെയിൻ കൂടുതലായിട്ടുണ്ടാകുന്നു. അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ നമ്മൾ യാദൃശ്യമായിട്ടൊരു സ്കാൻ ചെയ്യുമ്പോൾ മാത്രമേ ഈ ഫൈബ്രോയിഡ്സ് കാണത്തുള്ളൂ. പക്ഷേ വൺസ് നമ്മൾ ഫൈബ്രോയിഡ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു 3 മാസം കഴിയുമ്പോൾ സ്കാൻ റിപ്പീറ്റ് ചെയ്യും. ഇനി എന്തെങ്കിലും കൂടുതലായിട്ട് വളർച്ച വല്ലതും വരുന്നുണ്ടോ എന്നുള്ളത് നോക്കാനായിട്ട്. അപ്പോൾ അങ്ങനെയില്ലെങ്കിൽ ഒരു ഫോളോ അപ്പ് സ്കാൻ മാത്രം മതി. പക്ഷേ ഈ ഫൈബ്രോയിഡ് വരുന്നത് ഇപ്പോൾ ഒരു 25 വയസ്സുള്ളൊരു ലേഡിയിൽ ഫൈബ്രോയിഡ് വന്നിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ മയോമെക്ടമി ചെയ്യും. ഫൈബ്രോയിഡ് മാത്രം റിമൂവ് ചെയ്യും. കാരണം അവർക്ക് വീണ്ടും പ്രഗ്നൻ്റ് ആകേണ്ട ഒരു അവസ്ഥയുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ സാധാരണ രീതിയിൽ ഫൈബ്രോയിഡ് ഒരു വലിയ പ്രശ്നകാരിയല്ല. ഈ പറഞ്ഞ പോലെ ബ്ലീഡിങ് പലപ്പോഴും ഇപ്പോൾ യൂട്രസ് റിമൂവ് ചെയ്യുന്നത് ഈ ഫൈബ്രോയിഡ് അസോസിയേറ്റഡ് വിത്ത് ബ്ലീഡിങ് ആണ്. ബ്ലീഡിങ്ങും ഫൈബ്രോയിഡും കൂടെ വരുമ്പോഴാണ് പലപ്പോഴും ഹിസ്റ്ററെക്ടമി ചെയ്യേണ്ടി വരുന്നത്. ഡോക്ടർ, നമുക്ക് ഒരു കോളർ കൂടെ ഉണ്ട്. ഹലോ, ഡോക്ടർ ലൈവാണ്. ആരാണ് വിളിക്കുന്നത്? ഞാൻ മെൻസസ് ക്ലിയർ ആവുന്ന പോയതാണ്. ഏജ് എത്രയാ? പിന്നെ അവര് സ്കാൻ ചെയ്യണം പറഞ്ഞു. വയസ്സ് എത്രയായി? 44. 44. ആ, മെൻസസ് റെഗുലർ അല്ലേ? ക്ലിയർ ആവണില്ല. ആ, എത്ര ദിവസം ഉണ്ടാവും ബ്ലീഡിങ്? ബ്ലീഡിങ് ഇപ്പോൾ ഡെയിലി ഇങ്ങനെ വരുന്നു. 52 ദിവസമായി. ശരി. മാസം ഇരുന്നതായിരുന്നു. അതിങ്ങനെ തുടർച്ചയായിട്ട് ചെറുതായിട്ട് വന്നോണ്ടേ ഇരിക്കുന്നല്ലേ? ചെറുതായിട്ട് വന്നോണ്ടേയിരിക്കണം. സ്കാൻ ചെയ്യണം പറഞ്ഞു ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഗർഭാശയത്തിലൊരു വീക്കുണ്ട്, തൈറോയിഡിന്റെ അതിന്റെ ഉണ്ട് പറഞ്ഞു. വൈദ്യശാലയിൽ കാണിച്ചു, ആയുർവേദിക്കിന് കാണിച്ചാൽ പൂർണ്ണമായിട്ട് മാറാൻ സാധ്യതയുണ്ടോ ചോദിച്ചു. തീർച്ചയായിട്ടും കേട്ടിട്ട് വലിയ പ്രോബ്ലം തോന്നുന്നില്ല. കാരണം ഈ ഒരു ഏജ് ഗ്രൂപ്പ് ഒരു വല്ലാത്ത ബുദ്ധിമുട്ടാണ്. ഹോർമോൺസിൻ്റെയൊക്കെ ചേഞ്ചസ് വരുന്നതുകൊണ്ട് തന്നെ യൂട്രസിൽ ഇങ്ങനെ കട്ടി വയ്ക്കും, ചിലപ്പോൾ നീർക്കെട്ടുണ്ടായെന്നിരിക്കും. അതുപോലെ ഇപ്പോൾ ഫൈബ്രോയിഡ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു വിദഗ്ധ പരിശോധന വേണം. അപ്പോൾ പറ്റുമെങ്കിൽ ഞായറാഴ്ച ഒഴിച്ചുള്ള ദിവസങ്ങളിൽ പിന്നെ തിരുവനന്തപുരത്ത് ഗൈനക്കോളജി വിഭാഗം പൂജപ്പുരയിലാണ് ഉള്ളത്, സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രി. അപ്പം ഞായറാഴ്ച ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും അവിടെ സ്പെഷ്യലിസ്റ്റ് ഉണ്ടാകും. 8 മണിക്ക് 1 മണിക്ക് ഇടയ്ക്ക് റിപ്പോർട്ട്സൊക്കെ ആയിട്ടൊന്ന് വരൂ, അതായിരിക്കും നല്ലത്. ഡോക്ടർ ലൈവിൽ ഇനിയൊരു ഇടവേളയ്ക്കുള്ള സമയമാണ്. ഒരു ചെറിയ ഇടവേള. ഡോക്ടർ ലൈവ് തുടരുന്നു. ഗർഭാശയ വീക്കം അഥവാ ഗർഭാശയത്തിലുണ്ടാകുന്ന നീർക്കെട്ടിനെ കുറിച്ചാണ് ഇന്ന് ഡോക്ടർ ലൈവ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർ, സാധാരണയായിട്ട് സ്ത്രീകളിൽ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് വെള്ളപ്പോക്ക്. എങ്ങനെയാണത് അസാധാരണമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നത്? ഈ വെള്ളപ്പോക്ക് എന്ന് പറയുന്നത് ഒരു വൈറ്റ് ഡിസ്ചാർജ്, അതൊരു പ്രകൃതിയുടെ ഒരു ഇത് തന്നെയാണ്. കാരണം ഒരു യൂട്രസിലേക്കൊക്കെ ഇൻഫെക്ഷൻ പോകുന്നത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് പ്രകൃതി തന്നെ ക്രിയേറ്റ് ചെയ്തേക്കുന്ന ഒരു ആസിഡ് മീഡിയമാണ് ഈ നോർമലായിട്ടുള്ള വൈറ്റ് ഡിസ്ചാർജ്. പക്ഷേ ചിലപ്പോൾ ഇൻഫെക്ഷൻസ് ഒക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ നിറത്തിൽ വ്യത്യാസം വരും. ചിലപ്പോൾ അത് യെല്ലോയിഷ് ആകാം, ചിലപ്പോൾ ബ്ലഡ് സ്റ്റെയിൻഡ് ആയിട്ടുള്ള ഡിസ്ചാർജ് ആയിട്ട് പോകാം, ചിലപ്പോൾ നല്ല സിവിയർ ഇച്ചിങ് ഉണ്ടാവാം. അങ്ങനെയുള്ള അവസ്ഥയിലാണ് അതൊരു രോഗ അവസ്ഥയിലേക്ക് പോകുന്നതും ചികിത്സ വേണ്ടി വരുന്നതും. ഈ പറഞ്ഞ ഓർഗാനിസംസ് എല്ലാം ഈ വജേന വഴി സർവിക്സ് യൂട്രസിലേക്ക് പോകും. അസെൻഡിങ് ഇൻഫെക്ഷൻ എന്ന് പറയും. അങ്ങനെ പോയിട്ട് നീർക്കെട്ടുണ്ടാക്കും എല്ലായിടത്തും, സർവിക്സിലും യൂട്രസിലും ഫലോപ്പിയൻ ട്യൂബിലും ഒക്കെ, ഈവൻ ഓവറിൽ വരെ ഈ നീർക്കെട്ടുണ്ടാക്കും. ഡോക്ടർ, നമുക്ക് ഒരു കോളർ കൂടെ ഉണ്ട്. ഹലോ, ഡോക്ടർ ലൈവാണ്. ആരാണ് വിളിക്കുന്നത്? അത് കുവൈറ്റിൽ നിന്നാണ് വിളിക്കുന്നത്. എനിക്ക് 26 വയസ്സുണ്ട്. എനിക്ക് പീരിയഡ്സ് റെഗുലർ അല്ല. അപ്പോ എനിക്ക് PCOS എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോബ്ലം ഉണ്ട്. അപ്പോൾ അതിന് ആയുർവേദ ട്രീറ്റ്മെന്റ് എടുത്തിരുന്നു. ഇപ്പോ M28 ലിക്വിഡ് എന്ന് പറയുന്ന ഒരു മരുന്നാണ് അവർ തന്നത്. പിന്നെ അതോടൊപ്പം കഴിക്കാൻ ഹിങ്കുച്വാദി ഗുളിക.
എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല. അപ്പൊ ആ ടാബ്ലറ്റ് മരുന്നാണ്, ഗുളികയാണ് തന്നത്. അപ്പൊ അതും കൂടെ കഴിക്കുന്നുണ്ട്. ഇപ്പോ ലാസ്റ്റ് സ്കാനിങ് ചെയ്തപ്പോ ഓവറിയിൽ സിസ്റ്റ് ഒന്നുമില്ല, പക്ഷെ കൊഴുപ്പുണ്ട്. കൊഴുപ്പുള്ള കാരണമാണ് വീണ്ടും പീരീഡ്സ് റെഗുലർ ആകാത്തതെന്നാണ് പറഞ്ഞത്. അപ്പോ അത് പിന്നെ ഈ മരുന്ന് തന്നെ കണ്ടിന്യൂ ചെയ്യണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. ഈ PCOS എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് കുട്ടികളുണ്ടോ? ഇല്ല, കുട്ടികളായിട്ടില്ല. പലപ്പോഴും ഇൻഫെർട്ടിലിറ്റി ഈ ഇത് വരുമ്പോഴാണ്, സ്കാൻ ചെയ്യുമ്പോഴാണ് ഈ പോളിസിസ്റ്റിക് ഓവറീസ് പോലെ കാണുന്നത്. ഇവരെ സംബന്ധിച്ച് പീരീഡ്സ് റെഗുലറായിട്ട് വരത്തില്ല. അപ്പം ശരിക്കും ഒരു കറക്റ്റായിട്ടൊരു മെഡിക്കേഷൻസ് 3 to 6 months എടുക്കണം. അതുപോലെ തന്നെ പോളിസിസ്റ്റിക് ഓവറീസ് ഉള്ളവർ ഇൻക്ലൂഡ് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട് ഡയറ്റിൽ. അതായത് വെളുത്തുള്ളി കുറച്ച് നല്ലെണ്ണയൊക്കെ ചേർത്ത് ഡെയിലി ഒരു 4-5 വെളുത്തുള്ളി കഴിക്കാം. അതുപോലെ നല്ലെണ്ണയും നല്ലതാണ്. പിന്നെ കറുത്ത എള്ളുണ്ട, അതുപോലെ പപ്പായ, പൈനാപ്പിൾ, ഡേറ്റ്സ്, ഇതൊക്കെ പീരീഡ്സ് റെഗുലർ ആകാൻ നല്ലതാണ്. ഒരു നല്ല റിഗറസ് എക്സസൈസും വേണം. അതോടൊപ്പം ഒരുപാട് മെഡിക്കേഷൻസ് ഉണ്ട്. എപ്പോഴെങ്കിലും നാട്ടിൽ വരുമ്പോൾ ഇവിടെ ഗൈനക് സ്പെഷ്യലിസ്റ്റ് ഉണ്ട്, ഗവൺമെൻറ് കോളേജസിലെല്ലാം എല്ലാവരും ഉണ്ട്. അപ്പോൾ അവർ വരുമ്പോൾ ഒന്ന് കൺസൾട്ട് ചെയ്യുക. ഇപ്പോൾ ആ മെഡിസിൻസ് കണ്ടിന്യൂ ചെയ്തോളൂ. ഗർഭാശയ നീർക്കെട്ട് സാധാരണയായിട്ട് ഗർഭാശയത്തിൻ്റെ ഏതൊക്കെ ഭാഗങ്ങളെയാണ് കൂടുതലായിട്ട് അഫക്റ്റ് ചെയ്യുന്നത്? നമുക്ക് സാധാരണ കാണാൻ സാധിക്കുന്ന ഗർഭാശയ ഗളമാണ്, സെർവിക്സ് എന്ന് പറയും, യൂട്രസിൻ്റെ ലോവർ എൻഡ്. അത് നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. ആ സമയത്ത് നേരത്തെ പറഞ്ഞതുപോലെ ഫിസിക്കൽ കോണ്ടാക്റ്റിൽ പെയിൻ ഉണ്ടാകും. ആ ഒരു ലക്ഷണം കൊണ്ട് തന്നെ അറിയാൻ സാധിക്കും ഈ സെർവിക്സിൽ നീർക്കെട്ടുണ്ടോ എന്നുള്ളത്. അത് കഴിഞ്ഞ് യൂട്രസിലോട്ട് ആ അണുബാധ അങ്ങ് വ്യാപിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെവി ബ്ലീഡിംഗ് ആയിട്ട് അത് മാനിഫെസ്റ്റ് ചെയ്യും. ട്യൂബിലാണെങ്കിൽ നീർക്കെട്ട് വന്നിട്ട് ഈ വെള്ളം കെട്ടിക്കിടക്കുന്നതിന് ഹൈഡ്രോസാൽപിങ്സ് പറയും. കുറച്ച് കഴിയുമ്പോൾ അതിൽ പസ്സെല്ലാം ഫോം ചെയ്തിട്ട് അതൊരു പയോസാൽപിങ്സ്, നല്ലൊരു നീർക്കെട്ട് ഫോം ചെയ്യും ഈ ഫലോപ്പിയൻ ട്യൂബിൽ. ഈ ഫലോപ്പിയൻ ട്യൂബിലാണ് ആക്ച്വലി ഫെർട്ടിലൈസേഷനൊക്കെ നടക്കുന്നത്. സ്പേമിൻ്റെ ട്രാൻസ്പോർട്ട്, ഓവത്തിൻ്റെ ട്രാൻസ്പോർട്ട്, എംബ്രിയോ ട്രാൻസ്പോർട്ട് എല്ലാം നടക്കുന്നത് ഈ ഫലോപ്പിയൻ ട്യൂബിലാണ്. ഈ ഫലോപ്പിയൻ ട്യൂബ് ഇൻഫ്ലെയിംഡ് ആയി കഴിയുമ്പോൾ അതിനകത്ത് ചെറിയ സീലിയ ഉണ്ട്, അതെല്ലാം അങ്ങ് നഷ്ടപ്പെടും. അങ്ങനെ അതൊരു വന്ധ്യതയിലേക്ക് പോകും. സാധാരണ ഏത് പ്രായക്കാരിലാണ് ഈ അസുഖം കൂടുതലായിട്ട് കാണപ്പെടുന്നത്? സാധാരണ ഈ ഒരു ഗർഭാശയം കൂടുതലാണ് സെക്ഷലി ആക്റ്റീവായിട്ടുള്ള ഒരു അതായത് 25 വയസ്സിനും 45 വയസ്സിനും ഇടയ്ക്ക് പ്രായമുള്ള സ്ത്രീകളിലാണ് കൂടുതലായിട്ട് കാണുന്നത്. ചിലപ്പോൾ ചില കൊച്ചു കുട്ടികളിലൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ട്യൂബർക്കുലോസിൻ്റെ വീട്ടിലാർക്കെങ്കിലും ക്ഷയരോഗത്തിൻ്റെ ഇതുണ്ടെങ്കിലും ഈ കൊച്ചു കുട്ടികളിലൊക്കെ ഇങ്ങനെയുള്ള നീർക്കെട്ട് കാണുമ്പോൾ സസ്പെക്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് റൂൾ ഔട്ട് ചെയ്യും. ആയുർവേദത്തിലൂടെ നൽകുന്ന ചികിത്സാ രീതികൾ എന്തൊക്കെയാണ്? നമ്മൾ ശരിക്കും ഒരു ഡീറ്റെയിൽഡ് ഇവാലുവേഷൻ, പേഷ്യൻറ്റിൻ്റെ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഈ ഗർഭാശയ വീക്കം ഉണ്ടാകുന്നതെന്ന് ആദ്യം മനസ്സിലാക്കണം. ഇപ്പോൾ ആധുനിക വൈദ്യശാസ്ത്രത്തിൽ അത് അണുബാധയായിട്ടാണ് പറയുന്നതെങ്കിൽ പോലും നമ്മൾ പല പേഷ്യൻസിൻ്റെ കാര്യങ്ങൾ എടുത്ത് നോക്കുമ്പോൾ ഈ ആയുർവേദിക് കൺസെപ്റ്റ് അനുസരിച്ച് 7 തരം ആൾക്കാരുണ്ട്, പ്രകൃതി എന്ന് പറയും. ഇപ്പോൾ ഈ വാദപ്രകൃതി, പിത്തപ്രകൃതി, കഫപ്രകൃതി. അതിൽ ഈ പിത്തപ്രകൃതിയും അല്ലെ വാദപിത്തപ്രകൃതി, ഇവരുടെ ബോഡി ഭയങ്കര ഹീറ്റായിരിക്കും, പെട്ടെന്ന് ദേഷ്യം വരും, മുടി വേഗം നരയ്ക്കും. ഇങ്ങനെയൊക്കെയുള്ള ചില സ്വഭാവ വിശേഷമുണ്ട് ഈ പിത്തപ്രകൃതിക്കാർക്ക്. ഈ പിത്തപ്രകൃതിക്കാർക്കാണ് ഇങ്ങനെയുള്ള അസുഖം കൂടുതലായിട്ട് വരുന്നത്. കാരണം അവരുടെ ബോഡി ഹീറ്റായിരിക്കും. പിന്നെ ചൂടുള്ള ഒരു കാലാവസ്ഥ വരുമ്പോഴത്തേക്കും അതുപോലെ അവർ ചൂടായിട്ടുള്ള ഭക്ഷണം കഴിക്കുക, ഈ ചിക്കൻ, എഗ്ഗ്, ഇതൊക്കെ ചൂടായിട്ടുള്ള ഫിഷ്, ഇതൊക്കെ ഒരു ചൂടായിട്ട്, തൈര്, ഇതൊക്കെ ഒരു ചൂടായിട്ടുള്ള, ഇതൊക്കെ ഡെയിലിയൊക്കെ അവരുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആയുർവേദത്തിൻ്റെ ദൃഷ്ടിയിൽ ഒരു രക്തത്തിനൊരു ദുഷ്ടി വരും. രക്തദുഷ്ടി വന്ന് അത് ഗർഭാശയത്തെ ആശ്രയിച്ചിട്ട് ഈ പറയുന്ന ബ്ലീഡിങ് കൂടുതലുണ്ടാകുക, വേദന കൂടുതലുണ്ടാകുക, വജൈനൽ ഡിസ്ചാർജസ് കൂടുതലായിട്ടുണ്ടാകും. ഇങ്ങനെയുള്ള ലക്ഷണങ്ങളോടുകൂടി ഈ ഗർഭാശയ വീക്കം മാനിഫെസ്റ്റ് ചെയ്യും. ഇങ്ങനെയുള്ള ഒരു ഗർഭാശയം അല്ലെങ്കിൽ ഇങ്ങനെ വ്യാധിക്ഷമത കുറഞ്ഞ ഒരു ഗർഭാശയത്തിലാണ് അണുബാധയ്ക്കുള്ള സാധ്യത കൂടുന്നത്. ഡോക്ടർ ലൈവിൻ്റെ സമയം ഇന്നിവിടെ പൂർണ്ണമാവുകയാണ്. ഗർഭാശയ വീക്കം അഥവാ ഗർഭാശയത്തിലുണ്ടാകുന്ന നീർക്കെട്ടിനെ കുറിച്ചാണ് ഇന്ന് ഡോക്ടർ ലൈവ് ചർച്ച ചെയ്തത്. തിരുവനന്തപുരം ആയുർവേദ ഗവൺമെൻറ് ആശുപത്രിയിലെ ഗൈനക്കോളജി വിഭാഗം പ്രൊഫസർ ഡോക്ടർ ആശ ശ്രീധറാണ് ഇന്ന് ഡോക്ടർ ലൈവിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്. നന്ദി, നമസ്കാരം.